ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെസ്സി ഡാറ്റയെ ക്ലീൻ ആൻഡ് നോർമൽ ആയിട്ടുള്ള ഒരു ഡാറ്റയാക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡാറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കോളത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അതായത് എംപ്ലോയി റെക്കോർഡിൽ തന്നെ എംപ്ലോയി ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, അതും കറക്റ്റായിട്ടുള്ള ഒരു സ്പേസിങ്ങിലോ അങ്ങനെയുള്ള ഒരു സംഭവത്തിലും അല്ല ഉള്ളത്. അവിടെ സെപ്പറേറ്റേഴ്സ് ആയിട്ട് ഹൈഫൺ ഉണ്ട്, കോമയുണ്ട്, സ്ലാഷ് ഉണ്ട്, അങ്ങനെയുള്ള പല ഡീലിമിറ്റേഴ്സും നമ്മുടെ ഡാറ്റയുടെ ഇടയിലുണ്ട് അല്ലേ. നെക്സ്റ്റ് കോളവും അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റും കറക്റ്റായിട്ടുള്ള ഒരു ഫോമാറ്റിങ്ങിലല്ല ഉള്ളത് അല്ലേ. പല ഡേറ്റ് പല രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റ ഷീറ്റിനെ ക്ലീൻ ചെയ്ത് നമുക്കൊരു നോർമൽ ഡാറ്റ ആക്കിയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വളരെ ക്വിക്കായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു AI ടൂളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ എക്സലിനെ തന്നെയാണ്, എക്സലിൽ ഒരു മാജിക് ടൂൾ അതിന് വേണ്ടിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഡാറ്റ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാനിവിടെ ചെയ്ത് വെക്കുകയാണ്. ഇവിടെ എത്ര ഡാറ്റയുണ്ട് അതിനനുസരിച്ച് കോളംസ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണ്, ആ കോളമിലേക്കാണ് ഈ ഡാറ്റേനെ മാറ്റേണ്ടത് അല്ലേ. അപ്പോൾ എംപ്ലോയി ഐ ഡി, നെയിം, ഏജ്, അതുപോലെ ജെൻഡർ, അങ്ങനെ 4 സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് എംപ്ലോയി ഐ ഡിക്ക് നമുക്ക് ഈ ഒരു കോളം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 3 കോളംസ് ആണ്. ഈ 3 കോളംസ് ഒറ്റ ക്ലിക്കിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ 3 കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ വിഡ്ത്ത് കുറച്ച് കാണിച്ചു തരാം. നമുക്കിവിടെ 3 കോളംസ് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 3 കോളംസിലേക്കാണ് ഈ ഡാറ്റയെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏത് ഡാറ്റയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് അത്യാവശ്യം വലിയൊരു ഡാറ്റയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് പകരം നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും ഒന്നിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഡൗൺ ആരോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഡാറ്റ ടാബിൽ പോവുക. ഡാറ്റ ടാബിൽ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് കോളംസ് എന്നുള്ള എക്സലിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു മാജിക് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ പോകുന്നത്. അത്രയും പവർഫുള്ളാണ് ഈ ടെക്സ്റ്റ് കോളംസ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഡീലിമിറ്റഡിലാണ് നമ്മളുള്ളത്. ക്യാരക്ടേഴ്സ് സജസ് കോമാസ് ഓർ ടാബ്സ് എന്നിവിടെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്ന് നോക്കുക. നമ്മൾ ഈ ഒരു കോളമിൽ എന്തൊക്കെ സെപ്പറേറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഹൈഫൺ ഉണ്ട്, അത് നമുക്കിവിടെ കൊടുക്കാനൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ കോമയുണ്ട്, ഓക്കെ, കോമയ്ക്ക് ഒന്ന് ടിക്ക് മാർക്ക് ഇടുന്നു. ഇനി നമുക്കുള്ളത് ഹൈഫൺ ആണ് അല്ലേ. അപ്പോൾ അതർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഹൈഫൺ കൂടി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, അത് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഈ അതർ എന്നുള്ളത് സെലക്ട് ചെയ്താൽ അവിടെ ഒറ്റ സെപ്പറേറ്റർ മാത്രം അടിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ആദ്യം നമുക്ക് ഹൈഫണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഈ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്ത് വരേണ്ടത് അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് A2 തന്നെയാണ്. നമുക്ക് A2 തന്നെയാണ് വേണ്ടത്. അതായത് A2ൽ തുടങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഡാറ്റ കൊണ്ടുവരാൻ പോകുന്നത്. ദെൻ ഈ ഡൗൺ ആരോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് തന്നെ നമ്മുടെ ടെക്സ്റ്റൊക്കെ തന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് സ്ലാഷ് അടിക്കാനുള്ള ഓപ്ഷൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അടിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്തിട്ട് ഡാറ്റ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടെക്സ്റ്റ് ടു കോളംസ് ഓപ്ഷൻ എടുക്കുന്നു. ദെൻ ഡീലിമിറ്റഡ് എന്നുള്ള ഓപ്ഷനിൽ തന്നെയാണുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്രാവശ്യം കോമയൊന്നും വേണ്ട, അതേഴ്സിൽ പോയിട്ട് സ്ലാഷ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് C2 തന്നെയാണ് വേണ്ടത്. ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇപ്രാവശ്യം നമുക്ക് ഏജും ജെൻഡറും സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ എംപ്ലോയി റെക്കോർഡിനെ മാറ്റിക്കഴിഞ്ഞു അല്ലേ. ഫിക്സ്ഡ് വിഡ്ത്ത് എന്നുള്ള ഓപ്ഷൻ കൂടി ഇതിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി മറ്റൊരു ഡാറ്റ കൂടി ഈ കോളത്തിൽ ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. ദെൻ ടെക്സ്റ്റ് കോളംസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇപ്രാവശ്യം നമ്മളിവിടെ ഫിക്സ്ഡ് വിഡ്ത്ത് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എത്രയാണോ വിഡ്ത്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ, അതായത് ആ വിഡ്ത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇനി ഇവിടുന്ന് കണ്ടോ, ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്ത് നമുക്ക് വിഡ്ത്തിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കോളം ഒന്നും ഇൻസേർട്ട് ചെയ്ത് കൊടുത്തില്ല. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡെസ്റ്റിനേഷനാണ് വേണ്ടതെങ്കിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരോ കീ ഒന്ന്
ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടത് എവിടെയാണോ ഇവിടെയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. I2 എന്നുള്ളതായിട്ട് ഡെസ്റ്റിനേഷൻ മാറിയിട്ടുണ്ട് അല്ലേ. ദെൻ എഗെയിൻ ഈ ഡൗൺ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ നമ്മുടെ ഡാറ്റ വിഡ്ത്തിനനുസരിച്ച് ഇവിടെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ ഈ ഒരു കോളം ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ കോളം സെലക്ട് ചെയ്ത് ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ നമ്മുടെ ഡാറ്റ നീറ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ അടുത്തതായിട്ട് നമുക്കുള്ളത് എന്താണ്, ഈ ഡേറ്റ് ആണ് അല്ലേ. ഡേറ്റ് കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിങ്ങിലല്ല ഉള്ളത്. അപ്പോൾ ഇതിനെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് Ctrl+Shift ഡൗൺ ആരോ യൂസ് ചെയ്ത് ഡേറ്റിൻ്റെ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ടെക്സ്റ്റ് ടു കോളം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഡിലിമിറ്റഡിൽ തന്നെയാണുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ MDY അതായത് മന്ത് ഡേറ്റ് ഇയർ എന്നാണുള്ളത് ഫോമാറ്റ്. അത് നമ്മൾ മാറ്റിയിട്ട് ഡേറ്റ് മന്ത് ഇയർ എന്നുള്ള ഫോമാറ്റിലാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫോമാറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യണം. ഡെസ്റ്റിനേഷൻ അത് തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ദെൻ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ നമ്മുടെ ഡേറ്റ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഫോമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇത് എക്സലിൻ്റെ തന്നെ ഡീഫോൾട്ടായിട്ടുള്ള ഡേറ്റ് ഫോമാറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+1 അടിച്ച് ഫോമാറ്റ് ടാബിൽ പോവുക, കസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഡേറ്റ് കൊടുക്കുക, ഇവിടെ കൊടുക്കുക, മന്ത് കൊടുക്കുക, ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഫോമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ നമ്മുടെ മെസ്സി ഡാറ്റയെ നമ്മൾ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഡാറ്റയായിട്ട് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.